നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് ഒമാനിൽ ഊഷ്മള വരവേൽപ്പ്. ദുബൈ കിരീടാവകാശി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തി. മസ്കറ്റ് റോയൽ വിമാനത്താവളത്തിൽ ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രി സയ്യിദ് ഡി യസീൻ ബിൻ ഹൈതം ബിൻ താരിഖിന്റെ നേതൃത്വത്തിൽ ഷെയ്ഖ് ഹംദാന് ഊഷ്മള സ്വീകരണമാണ് ഒരുക്കിയത്. തുടർന്ന് ഒമാനിലെ അൽബർക്ക കൊട്ടാരത്തിൽ ഒമാൻ ഭരണാധികാരിയും ദുബായ് കിരീടാവകാശിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നു. കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും ദീർഘകാല ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടന്നു. തുടർന്ന് ഒമാൻ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രിയുമായും ഷെയ്ഖ് ഹംദാൻ കൂടിക്കാഴ്ച നടത്തി. ബുറേമി ഗവർണറേറ്റിലെ മദ്ഹയിൽ അൽ റൌദ സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ ആദ്യഘട്ടം വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഒമാനും UAE-യും ഒപ്പുവച്ചു. This agreement between the public authority for a special economic zone and free zones and DP World, it will act as an important issue that we have to develop a Rawda special economic zone where we are going to utilize both experience of our authority from the regulatory part and also the incentives that we have done and from our success of our economic zone and free zone in Oman, with also the DP World experience worldwide from marketing and attracting investment. സാംസ്കാരിക കായിക യുവജന മന്ത്രി സയ്യിദ് ഡി യസീൻ ബിൻ ഹൈതം അൽ സയ്യിദ്, ദുബായ് കിരീടാവകാശി ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 ഒമാൻ. കുവൈറ്റിലെ മംഗഫ് അഗ്നിബാധയിൽ മരണപ്പെട്ട NBTC ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് 48 മാസത്തെ ശമ്പളം ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് തുകയായി കൈമാറി NBTC ഗ്രൂപ്പ്. ഏകദേശം 17.31 കോടി രൂപയുടെ സഹായമാണ് ഇതിലൂടെ ലഭിച്ചത്. റിപ്പോർട്ടിലേക്ക് വരാം. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മക്കയിലെ മലയാളി സന്നദ്ധ പ്രവർത്തകർ ചെയ്യുന്ന സേവനം മാതൃകാപരമാണ്. ഭക്ഷണം പാകം ചെയ്യാനുള്ള പച്ചക്കറികളും പഴങ്ങളുമെല്ലാം സൗജന്യമായി ഇവർ വിതരണം ചെയ്യുന്നു. പുരുഷന്മാർ കൂടെയില്ലാതെ ഹജ്ജിനെത്തിയ വനിതാ തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസമാണ് ഈ സേവനം. മക്കയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യൻ തീർത്ഥാടകരെല്ലാം താമസിക്കുന്നത് ഏതാണ്ട് ഈ ഭാഗത്താണ്. ഇവിടെ ഇപ്പോൾ ഒരു പച്ചക്കറി കച്ചവടമല്ല നടക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് മലയാളികളായ സന്നദ്ധ പ്രവർത്തകർ വിതരണം ചെയ്യുന്ന പച്ചക്കറികളാണ്. പ്രത്യേകിച്ച് മഹറം ഇല്ലാതെ പുരുഷന്മാരുടെ തുണയില്ലാതെ ഹജ്ജിനെത്തിയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ ആശ്വാസമാണ്. ICF RSC പ്രവർത്തകരാണ് ഇപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഇവിടെ വിതരണം ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ ഈ സർവീസിനെ കുറിച്ചൊന്ന് പറഞ്ഞത്? സേവനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മഹറം അഥവാ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. പ്രത്യേകിച്ച് പുറത്തോട്ട് പോകാനൊക്കെ വളരെ പ്രയാസം അനുഭവപ്പെടുന്ന ഈ സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പച്ചക്കറികൾ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏകദേശം 4000-ഓളം കഞ്ഞികൾ വിവിധ ഹാജിമാരുടെ ബിൽഡിങ്ങുകളിൽ എല്ലാ ദിവസവും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇശാ നമസ്കാരാനന്തരം വിതരണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വിവിധ ഷെഡ്യൂളുകളായിട്ട് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും രാത്രിയും അതേപോലെ അർദ്ധരാത്രികളുമായിട്ട് ഹാജിമാരുടെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ സേവനം നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ICF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതൽ മേഖലകളിലേക്ക് ഞങ്ങളുടെ സേവനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വളരെ സന്തോഷമാണ് ഓരോ ICF പ്രവർത്തകനും ഉള്ളത്. അല്ല, ഇത് ഈ പച്ചക്കറി, വത്തക്ക, കഞ്ഞി, ഇതൊക്കെ ഇത് ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നത് വരെ ഉണ്ടാവും. ഈ തീർത്ഥാടകർ തിരിച്ചു പോകുന്നവരെ ഉണ്ടാവും. തീർച്ചയായിട്ടും. കാരണം ഒരു ഹാജി അസീസിയൽ എത്തിയത് മുതൽ ആ ഹാജി തിരിച്ചു പോകുന്നത് വരെ ഈ സേവനങ്ങൾ നൽകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കാലത്തും ഇതേപോലെ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. തുടർന്നും ഒരുപാട് നല്ല മനുഷ്യരുടെ അവരുടെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് ഈ സേവനങ്ങൾ തുടർന്നു പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഹജ്ജ് കമ്മിറ്റി വഴി എത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭക്ഷണം ഈ പാക്കേജിൽ ഉൾപ്പെടുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സേവനം, പച്ചക്കറികളും കഞ്ഞി ഇതുപോലുള്ള സേവനങ്ങളൊക്കെ വളരെ വലിയ ആശ്വാസമാണ് നൽകുന്നത്. മക്കയിലെ അസീസയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. മുമ്പ് പൂർത്തിയാക്കാനാവാതെ പോയ റിപ്പോർട്ടിലേക്കാണ്. കുവൈറ്റിലെ മംഗഫ് അഗ്നിബാധയിൽ മരണപ്പെട്ട NBTC ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് 48 മാസത്തെ ശമ്പളം ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് തുകയായി കൈമാറി NBTC ഗ്രൂപ്പ്. ഏകദേശം 17.31 കോടി രൂപയുടെ സഹായമാണ് ഇതിലൂടെ ലഭിച്ചത്.
2024 ജൂണിൽ മംഗഫിലെ NBTC താമസ സ്ഥലത്തുണ്ടായ അഗ്നിബാധയിൽ നിര്യാതരായ NBTC ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് 48 മാസത്തെ ശമ്പളത്തിന് തുല്യമായ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് തുക 6,18,240 കുവൈറ്റ് ദിനാർ ഔദ്യോഗികമായി കൈമാറി. ഏകദേശം 17.31 കോടി രൂപയുടെ സഹായമാണ് ഇതിലൂടെ ലഭിച്ചത്. NBTC കുവൈറ്റ് കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഇൻഷുറൻസ് തുക മരിച്ച 49 ജീവനക്കാരുടെ നിയമപരമായ അവകാശികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറിയത്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ, ലുലു എക്സ്ചേഞ്ച് ഗ്രൂപ്പ്, NBTC ഉന്നത മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇൻഷുറൻസ് പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്ത NBTC ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്ന് ഇപ്പോഴും മോചിതനായിട്ടില്ലെന്നും ദുരന്തബാധിത കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള NBTC ഗ്രൂപ്പിന്റെ പ്രതിബദ്ധതയും പിന്തുണയും ആവർത്തിക്കുകയും ചെയ്തു. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾ NBTCയുടെ ഭാഗമാണെന്നും കുടുംബത്തോടൊപ്പം ഇനിയും കൂടെയുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. കമ്പനി സ്വകാര്യമായി നൽകുന്ന ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ എല്ലാ ജീവനക്കാർക്കും മുഴുവൻ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നുണ്ട്. ഇത് നിയമപരമായ ബാധ്യതയല്ലെങ്കിലും NBTCയുടെ കുവൈറ്റ്, സൗദി, UAE കമ്പനികളിലെ എല്ലാ ജീവനക്കാർക്കും ഈ പരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുള്ളതായും മാനേജ്മെന്റ് അറിയിച്ചു. ജലിൻ ത്രിപ്രയാർ, 24 കുവൈറ്റ്. ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം നാടിന് സമർപ്പിച്ചു. $10 മില്യൺ ചെലവ് കണക്കാക്കുന്ന പദ്ധതി സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കിയത്. പദ്ധതിയിൽ നിരവധി മലയാളികളും പങ്കാളികളായി. അൽ ഖുവൈറിലെ മിനിസ്ട്രീസ് ഡിസ്ട്രിക്റ്റിൽ ഒമാന്റെ പുതിയ ലാൻഡ്മാർക്ക് മസ്കറ്റ് ഗവർണർ സയ്യിദ് സൗദ് ബിൻ ഹിലാൽ അൽ ബുസൈദി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. It's the tallest man-made icon in Oman and second in the GCC. This project was done, as you know, in a partnership with the private sector. Early this year, we've launched the tallest walkway in Oman, which is the Green Walk in Seeb, and it was also done by a partnership with the private sector. We are focusing into executing more projects. More urban development will be done, whether done by Muscat municipality directly or in a partnership with the private sector. കൊടിമര നിർമ്മാണ മേഖലയിൽ വിവിധ തലങ്ങളിലായി പ്രവാസി മലയാളികളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. 126 മീറ്ററാണ് കൊടിമരത്തിന്റെ ഉയരം. ഇതിലിപ്പോൾ ഈ വരുന്ന ഫ്ലാഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 126 മീറ്റർ ഹൈറ്റ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ തന്നെ സ്റ്റീലാണ്, ജിന്ദാൽ സ്റ്റീൽ. ഇതിൽ വന്നിരിക്കുന്ന ഫ്ലാഗ് ഇപ്പോൾ ഒമാനിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലാഗാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 44.1 മീറ്റർ ബൈ 25.2 മീറ്റർ. അതാണിപ്പോൾ എക്സാക്ട് സൈസ് വരുന്നത്. GCCയിലെ തന്നെ സെക്കൻഡ് ടോളസ്റ്റ് ഫ്ലാഗ് പോളാണ് ഇപ്പോൾ ഒമാനിൽ വന്നിരിക്കുന്നത്. ഇത് ഒമാനിൻ്റെ ടൂറിസം ചരിത്രത്തിൽ നമുക്കൊരു ഏട് തന്നെയാണ്, മികച്ച ഏട് തന്നെയാണ്. $10 മില്യൺ ചെലവ് കണക്കാക്കുന്ന പദ്ധതി ജിൻഡാൽ ഷദീദുമായി സഹകരിച്ചാണ് ഒരുക്കിയിരിക്കുന്നത്. 135 ടൺ ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ഇതിന്റെ പുറം വ്യാസം അടിഭാഗത്ത് 2800 മില്ലിമീറ്ററും മുകളിൽ 900 മില്ലിമീറ്ററുമാണ്. കൊടിമരത്തിലെ ഒമാനി പതാകയ്ക്ക് 18 മീറ്റർ നീളവും 31.5 മീറ്റർ വീതിയുമുണ്ട്. വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ലൈറ്റ് സംവിധാനവും ഏറ്റവും വലിയ കൊടിമരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 1.5 വർഷത്തോളം എടുത്താണ് അൽ ഖുവൈർ സ്ക്വയർ പദ്ധതി പൂർത്തിയാക്കിയത്. 24 ഒമാൻ. തിരികെ ഗൾഫ് ഫോക്കസിലേക്ക്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയെ പിന്തുണച്ച ലോകരാജ്യങ്ങൾ ഭീകരതയെ ശക്തമായി നേരിടണമെന്ന് ഗയാന പ്രസിഡന്റ് ഇർഫാൻ അലി വ്യക്തമാക്കി. OACയിലും FTFലും ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന് ബഹ്റൈൻ പ്രതികരിച്ചു. സർവകക്ഷി സംഘങ്ങളുടെ സന്ദർശനം തുടരുകയാണ്. ഡോക്ടർ ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർവകക്ഷി സംഘത്തെ സ്വീകരിച്ച ഗയാന പ്രധാനമന്ത്രി മാർക്ക് ഫിലിപ്സ് അതിർത്തി കടന്നുള്ള ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ഇന്ത്യൻ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചു. ഗയാന പ്രസിഡന്റ് ഇർഫാൻ അലി, വൈസ് പ്രസിഡന്റ് ഭരത് ജഗ്ദിയോ എന്നിവർ ഭീകരതയെ ശക്തമായി നേരിടണമെന്ന് വ്യക്തമാക്കി. ബർബ്സിലെ ലോബി സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന ഗയാനയുടെ 59ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഇന്ത്യൻ സർവകക്ഷി സംഘം പങ്കെടുത്തു. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിലും FATFലും ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണയ്ക്കുമെന്ന് ബഹ്റൈൻ അറിയിച്ചതായി നിഷികാന്ത് ദുബെ പറഞ്ഞു. BJP MP ബൈജന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം കുവൈറ്റ് പര്യടനം ആരംഭിച്ചു. BJP MP രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഫ്രാൻസിലെത്തി. സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഖത്തറിലും എത്തിയിട്ടുണ്ട്. ഈജിപ്ത്, എത്യോപ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലും ഇന്ത്യൻ സംഘം സന്ദർശനം നടത്തും. 24 ഡൽഹി. പഹൽഗാം ഭീകരാക്രമണവും മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നടപടികളും വിശദീകരിക്കാൻ ഖത്തറിലെത്തിയ സർവകക്ഷി സംഘം സന്ദർശനം പൂർത്തിയാക്കി. 2 ദിവസങ്ങളിലായി തിരക്കിട്ട ചർച്ചകളും ഉന്നതതല കൂടിക്കാഴ്ചകളും പൂർത്തിയാക്കിയ സംഘം നാളെ ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിക്കും.
NCP നേതാവും പാർലമെന്റ് അംഗവുമായ സുപ്രിയ സുലൈയുടെ നേതൃത്വത്തിലുള്ള സംഘം ഖത്തർ പാർലമെന്റ് സമിതിയായ ഷൂറ കൌൺസിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഡോക്ടർ ഹംദ ബിൻത്ത് ഹസൻ അൽ സുലൈത്തി, മറ്റ് ഷൂറ കൌൺസിൽ അംഗങ്ങൾ, ഖത്തറിലെ പ്രമുഖ അറബി ഇംഗ്ലീഷ് മാധ്യമ ഗ്രൂപ്പായ അൽ ഷർക്ക്, ദി പെനിൻസുല എഡിറ്റോറിയൽ പ്രതിനിധികൾ, മിഡിൽ ഈസ്റ്റ് കൌൺസിൽ ഫോർ ഗ്ലോബൽ അഫയേഴ്സ് അംഗങ്ങൾ എന്നിവരുമായാണ് ആദ്യ ദിവസം കൂടിക്കാഴ്ച നടത്തിയത്. ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യയുടെ നയവും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നടപടികളും പാകിസ്ഥാൻ ഉയർത്തുന്ന ഭീകരവാദ ഭീഷണികളും സംഘം വിശദീകരിച്ചു. ഇന്ന് രാവിലെ ഖത്തർ വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ സാലിഹൽ കുലൈഫിയുമായും ആഭ്യന്തര സഹമന്ത്രി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ഫൈസൽ ബിൻ മുഹമ്മദ് അൽത്താനിയുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ ഫലപ്രദമായിരുന്നുവെന്നും രാജ്യം നേരിടുന്ന അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ദുരന്തഫലങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും ഇന്ത്യൻ പ്രതിനിധി സംഘം പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിരപരാധികളുടെ ജീവനെടുത്ത ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുകയാണ് 33 രാജ്യങ്ങളിലേക്കായി നിയോഗിക്കപ്പെട്ട പ്രതിനിധി സന്ദർശന ദൌത്യമെന്ന് സംഘത്തെ നയിച്ച സുപ്രിയ സുലെ MP പറഞ്ഞു. ഓരോ കൂടിക്കാഴ്ചകളിലും ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചതെന്നും ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്നും അവർ വിശദീകരിച്ചു. ഇതാദ്യമായല്ല ഇന്ത്യ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന് ഇരയാകുന്നതെന്ന് മാധ്യമപ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചോദ്യത്തിനുള്ള മറുപടിയായി മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ആനന്ദ് ശർമ്മ പറഞ്ഞു. പാർലമെന്റ് ആക്രമണവും 2008 മുംബൈ ഭീകരാക്രമണവും ഉറിയിലേതുൾപ്പെടെ നിരവധി ആക്രമണങ്ങൾക്കും ഇന്ത്യ വിധേയമായിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നിൽ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകളാണെന്ന് തെളിവുകൾ സഹിതം വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. ദ്വിദിന സന്ദർശനം പൂർത്തിയാക്കിയ 9 അംഗ സംഘം ചൊവ്വാഴ്ച രാവിലെ ദക്ഷിണാഫ്രിക്കയിലേക്ക് പുറപ്പെടും. തുടർന്ന് എത്യോപ്യ, ഈജിപ്ത് സന്ദർശനത്തോടെ ദൌത്യം പൂർത്തിയാക്കി മടങ്ങും. കേരളത്തിൽ നിന്നും മുൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ ഉൾപ്പെടുന്ന സംഘത്തിൽ MP-മാരായ രാജീവ് പ്രതാപ് റൂഡി, വിക്രംജിത്ത് സിംഗ് സാഹ്നി, മനീഷ് തിവാരി, അനുരാഗ് സിംഗ് താക്കൂർ, ലവ്റോ ശ്രീകൃഷ്ണ ദേവരായലു, മുൻ വ്യവസായ മന്ത്രി ആനന്ദ് ശർമ്മ, UN-ലെ മുൻ സ്ഥിരം പ്രതിനിധിയും മുൻ വിദേശകാര്യ വക്താവുമായ സയ്യിദ് അക്ബറുദ്ദീൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. അൻവർ പാലേരി, 24 ദോഹ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം കുവൈറ്റിലെത്തി. പാർലമെന്റ് അംഗം ബൈജയന്ത് ജയ് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയത്. കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ക്യാബിനറ്റ് കാര്യ സഹമന്ത്രിയുമായ ഹിസ് എക്സലൻസി ഷെയ്ഖ് ഷരീദ അബ്ദുള്ള അൽ സൗദ് അൽ മുഷാർജിയുമായി പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള ഭീകരതയെ ചെറുക്കുന്നതിന് ഇന്ത്യ സ്വീകരിച്ച സമീപകാല നടപടികളെക്കുറിച്ച് അദ്ദേഹം അറിയിച്ചു. ഭീകരവാദത്തെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യയ്ക്കും ഖത്തറിനും ഏകാഭിപ്രായമാണെന്ന് BJP നേതാവും മുൻ വിദേശകാര്യ സഹമന്ത്രിയുമായ V മുരളീധരൻ. ഒരു രാജ്യത്തിന്റെ പിന്തുണയോടെ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന് ഇരയാകുന്ന ഒരേയൊരു രാജ്യമായിരിക്കും ഇന്ത്യയെന്നും അദ്ദേഹം ദോഹയിൽ 24നോട് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘത്തിന്റെ ഭാഗമായാണ് V മുരളീധരൻ ദോഹയിലെത്തിയത്. ഓസ്ട്രേലിയയിൽ മന്ത്രിയായി സ്ഥാനമേറ്റ ആദ്യ മലയാളി ജിൻസൺ ആന്റോ ചാൾസിന് ഊഷ്മള സ്വീകരണമൊരുക്കി ഓസ്ട്രേലിയൻ മലയാളികൾ. ഗോൾഡ് കോസ്റ്റിൽ നടന്ന ചടങ്ങ് സംവിധായകൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. കുടിയേറിയെത്തി 12 വർഷം കൊണ്ട് അത്യപൂർവ്വ നേട്ടം സമ്പാദിച്ച ജിൻസൺ മലയാളി യൗവനങ്ങളുടെ യഥാർത്ഥ പ്രചോദനമാണെന്ന് വൈശാഖ് പറഞ്ഞു. അതേസമയം ഓസ്ട്രേലിയയിൽ കുടിയേറിയ മലയാളികളുടെ മാതാപിതാക്കളെ മന്ത്രി ജിൻസൺ ആദരിച്ചു. ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ മലയാളി മ്യൂസിക് ബാൻഡ് മൾബറീസിന്റെ മ്യൂസിക് ഷോ ചടങ്ങിന് മാറ്റുകൂട്ടി. മെൻ ഇൻ ഗോൾഡ് കോസ്റ്റ് ആയിരുന്നു പരിപാടിയുടെ സംഘാടകർ. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം 1 വർഷത്തിനകം ജയിൽ മോചിതനാകും. പൊതു അവകാശ നിയമപ്രകാരം 20 വർഷം തടവ് ശിക്ഷ അനുഭവിക്കണമെന്നാണ് റിയാദ് കോടതിയുടെ വിധി. റഹീം 19 വർഷമായി ജയിലിലാണ്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് നിർണായക വിധിയാണ് റിയാദ് കോടതിയിൽ നിന്ന് ഉണ്ടായത്. 13ാം തവണ ഹർജി പരിഗണിച്ച കോടതി പൊതു അവകാശ നിയമപ്രകാരം 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. നിലവിൽ തടവിൽ കഴിഞ്ഞ 19 വർഷത്തെ കാലാവധി ഉൾപ്പെടെയാണ് ഈ വിധി എന്നതിനാൽ റഹീം അടുത്ത വർഷം ജയിൽ മോചിതനാകും. വധശിക്ഷ വിധിച്ചിരുന്ന കേസിൽ ദിയാധനം നൽകി കുടുംബം മാപ്പ് നൽകിയതോടെ 2024 ജൂലൈ 2 വധശിക്ഷ റദ്ദാക്കി. എന്നാൽ മോചന ഉത്തരവ് നീളുകയായിരുന്നു. മകനെ കണ്ടാൽ മാത്രമേ ആശ്വാസമാവുകയുള്ളൂ എന്ന് നിറകണ്ണുകളോടെ അബ്ദുൾ റഹീമിന്റെ മാതാവ് ഫാത്തിമ. എൻ്റെ കുട്ടിയെ കണ്ടാലല്ല എനിക്ക് സമാധാനം. ഞങ്ങൾക്ക് എൻ്റെ കുട്ടിയെ കണ്ടാൽ മതി. എത്ര എന്തെല്ലാം പറഞ്ഞങ്ങളൊക്കെ പറ്റിച്ച് മക്കളെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇത്ര മാസം എണ്ണ ഞാൻ കഴിച്ചിലാക്കി. അതിൻ്റെ ഇമാമ നിർത്തി തന്നെ എനിക്ക് മരിക്കുമ്പോൾ നിർത്തി തരട്ടെ. അപ്പീൽ ഉൾപ്പെടെയുള്ള നിയമസാധ്യത ആലോചിക്കുമെന്ന് റഹീം സഹായ സമിതി വ്യക്തമാക്കി. റിയാദ് കമ്മിറ്റിയും ഇവിടുത്തെ നിയമസഹായ സമിതിയും ബന്ധപ്പെട്ട നിയമജ്ഞനുമായി കൂടി ആലോചിച്ച് അപ്പീൽ കൊടുക്കുന്നതിനുള്ള കാര്യങ്ങളും
കൂടിയാലോചന നടത്തി. 20 വർഷം എന്നുള്ള തടവ് കഴിഞ്ഞ തടവായി കണക്കാക്കി അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 2006 ഡിസംബർ 24 സൗദി ബാലൻ അനസിന്റെ മരണം. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. ഇപ്പോൾ വരുന്ന വാർത്ത. കൊച്ചിയിൽ മരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആലുവ അമ്പാട്ടുകാവിലാണ് റെയിൽവേ ട്രാക്കിൽ മരം വീണ് വൈദ്യുതി ലൈൻ പൊട്ടിയത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ആൻമരിയ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ട്രെയിനുകൾ സാധാരണ നിലയിൽ ഓടിത്തുടങ്ങിയോ? തീർച്ചയായും ട്രെയിനുകൾ സാധാരണ നിലയിൽ ഓടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഏറെ മണിക്കൂറുകൾ ഈ പല ഭാഗങ്ങളിലായിട്ട് പല സ്റ്റേഷനുകളിലായിട്ട് ഈ ട്രെയിനുകൾ പിടിച്ചിട്ടതുകൊണ്ട് തന്നെ വൈകിയാണ് ഓടുന്നത്. എന്നിരുന്നാൽ പോലും ഇരു ട്രാക്കുകളും പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്ത് ആ മരത്തിന്റെ ശിഖരങ്ങളെല്ലാം അല്പസമയം മുൻപ് തന്നെ, അത് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പൂർണ്ണമായിട്ടും വെട്ടിമാറ്റിയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഈ വൈദ്യുതി ലൈനുകൾ പുനഃസ്ഥാപിക്കുക എന്നൊരു ജോലി മാത്രമായിരുന്നു. അത് ഒരു ട്രാക്കിൽ മാത്രമായിരുന്നു പുനഃസ്ഥാപിക്കാനായിട്ടുണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ അതും വളരെ വേഗം തന്നെ പൂർത്തിയാക്കി ഇപ്പോൾ ഈ ഇരു ട്രാക്കുകളിലൂടെയും ട്രെയിനുകൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേഷനുകളിൽ നിന്നെല്ലാം ട്രെയിനുകൾ നീങ്ങി തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ പല ഭാഗത്തായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി മണിക്കൂറുകളായിട്ട് ഈ ട്രെയിനുകൾ പിടിച്ചിട്ടതുകൊണ്ട് തന്നെ വൈകിയാണ് ഓടുന്നത്. എന്നിരുന്നാൽ പോലും വളരെ വേഗം തന്നെ ഏകദേശം 8 മണിയോടുകൂടിയാണ് ഈ വലിയൊരു ആൽമരം ഈ എറണാകുളം അമ്പാട്ടുകാവിലെ ഈ റെയിൽവേ ട്രാക്കിലേക്ക് വീഴുന്നതും തുടർന്ന് ഈ വൈദ്യുതി ലൈനുകൾ ഉൾപ്പെടെ തകരുന്ന ഒരു സ്ഥിതിയിലേക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഈ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കി ട്രെയിൻ ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഗോകുൽ, ശരി, ആൻമരിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ട്രെയിൻ ഗതാഗതം എറണാകുളത്ത് കളമശ്ശേരിക്കും അമ്പാട്ടുകാവിനും ഇടയിലുള്ള ഭാഗത്തായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത്. അവിടുത്തെ ട്രെയിൻ ഗതാഗതം പഴയ നിലയിലേക്ക് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ വീണ് തടസ്സപ്പെട്ട റെയിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഒരു ട്രാക്കിലെ ഗതാഗതമാണ് പുനഃസ്ഥാപിച്ചത്. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് കടത്തിവിട്ടു. 3 മണിക്കൂറിന് ശേഷമാണ് ഭാഗികമായിട്ടെങ്കിലും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശക്തമായ കാറ്റിൽ അരീക്കാടിനും മാത്തോട്ടത്തിനും ഇടയിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. വൻ മരങ്ങൾ കടപുഴകി വീണും അതുപോലെ തന്നെ മരങ്ങളുടെ ശിഖരങ്ങൾ റെയിൽവേ ട്രാക്കിലേക്ക് പതിച്ചുമാണ് അപകടം. അതോടൊപ്പം തന്നെയാണ് ഒരു വീടിന്റെ മേൽക്കൂരയൊന്നാകെ കാറ്റിൽ ഇളകി വീണുകൊണ്ട് അത് റെയിൽവേ ട്രാക്കിലേക്ക് എത്തിയ ഒരു കാഴ്ച. അതിൻ്റെ ഒരു ഭാഗം റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടുള്ള അതിൻ്റെ സർവീസ് ലൈനിലാണ് നിൽക്കുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ഇലക്ട്രിക് പോസ്റ്റിൽ അത് കുരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയുമാണുള്ളത്. അതിൻ്റെ ഒരു ഭാഗം 4.5 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ അത് മുറിച്ചു മാറ്റാൻ കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും അതിൻ്റെ പൂർണ്ണമായും അത് മുറിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് ഇപ്പോൾ 5 മണിക്കൂറാവുന്നു. ഈ വേളയിലാണ് തിരുനെൽവേലി ഹാപ്പ എക്സ്പ്രസ് ഇതുവഴി കടന്നു വരുന്നത്. അതിന് തൊട്ട് മുന്നോടിയായിക്കൊണ്ടാണ് ഈ അപകടം. അത് ട്രെയിനിന് തട്ടിയില്ല. റെയിൽവേ സംവിധാനത്തെ ഒന്നും ആ വിധത്തിൽ അത്തരത്തിലുള്ള അപകടങ്ങളിലേക്കൊന്നും എത്തിച്ചില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ഇതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള ആളുകൾക്കൊന്നും തന്നെ ഒരു വിധത്തിലുള്ള പരിക്കും ഇല്ല എന്നതാണ് ആശ്വാസം നൽകുന്ന കാര്യം. മരങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും മുറിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ വീടിൻ്റെ മേൽക്കൂരയുടെ 2ാം ഭാഗം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളാണ്. ഒരു ട്രാക്കിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതിലൂടെ ഇപ്പോൾ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. തീവണ്ടികൾ കടന്നു പോകുന്നുണ്ട്. എന്നാൽ 2ാമത്തെ ട്രാക്കിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ അതിൻ്റെ പൂർണ്ണതോതിലേക്ക് ഗതാഗതം എപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നതിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വൈകാതെ തന്നെ അത് പൂർണ്ണമായും മുറിച്ചു മാറ്റിക്കൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ റെയിൽവേ പങ്കുവെക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അത് റെയിൽവേയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് ആ ഭാഗം, ആ വീടിൻ്റെ മേൽക്കൂര അവിടെ നിന്ന് മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്കെത്തുന്ന ശക്തമായ മഴ ഇത്തരം പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നുമുണ്ട്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതിയായ സുഹൃത്ത് സുകാന്ത് സുരേഷ് കീഴടങ്ങി. കൊച്ചി DCP ഓഫീസിലെത്തിയാണ് സുകാന്ത് കീഴടങ്ങിയത്. സുകാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് കീഴടങ്ങൽ. ഇന്ന് രാവിലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കെ സുകാന്ത് സുരേഷ് കൊച്ചിയിലെത്തിയിരുന്നു. ജാമ്യാപേക്ഷ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് തള്ളിയതിനു തൊട്ടു പിന്നാലെ സുകാന്ത് പോലീസിൽ കീഴടങ്ങി. നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ തിരുവനന്തപുരത്ത് എത്തിക്കും. രാവിലെ ശക്തമായ നിരീക്ഷണങ്ങളോടെ ഹൈക്കോടതി സുകാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണുണ്ടായത്. പുറത്തുവന്ന വിവരങ്ങൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും പ്രതിക്ക് ഒന്നിലേറെ സ്ത്രീകളുമായി ഒരേ സമയം ബന്ധമുണ്ടായിരുന്നതായും കോടതി നിരീക്ഷിച്ചു. യുവതിയെ പ്രതി മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ചൂഷണം ചെയ്തതിന് തെളിവുണ്ട്. ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതിന് ചാറ്റുകളുണ്ട്. ആത്മഹത്യാ പ്രേരണാ കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്നും
കോടതി വ്യക്തമാക്കി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.